ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ, ഇമോഷണൽ, സ്പിരിച്വൽ, ഇന്റലക്ച്വൽ വെൽബീങ് ഉണ്ടാവും എന്നാണ് പറയുന്നത് യോഗയിൽ. അപ്പോൾ ഒരു സമഗ്രമായ ആരോഗ്യം വേണമെങ്കിൽ യോഗ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ മോഡേൺ സയൻസ് ഇപ്പൊ ഒരു 1940 മിക്സ് ചെയ്യാം. എന്റെ മോൻ തന്നെ ജിമ്മിലും പോകുന്നുണ്ട്, യോഗയും ചെയ്യുന്നുണ്ട്. യോഗ ചെയ്യണതിന്റെ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞ പോലെ ഒരു ടോട്ടൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ് ഉണ്ടാവുക. ഇപ്പൊ മോൻ ജിമ്മിൽ പോണത് അവന് കുറച്ച് മസിൽ വേണം, ബൾക്ക് ചെയ്യണം. പോയി കഴിഞ്ഞാൽ പുറകിൽ സോപ്പ് തേക്കാൻ പറ്റില്ല പറയും. ജിമ്മിൽ മാത്രം പോവുകയാണെന്നുണ്ടെങ്കിൽ ബോഡി ബിൽഡേഴ്സ് അവർക്ക് പുറകിൽ സോപ്പ് തേക്കാൻ പറ്റില്ല എന്ന് പറയും. കാര്യം ഫ്ലെക്സിബിൾ ആയിരിക്കില്ല. ഫ്ലെക്സിബിൾ അല്ല, ജിമ്മിൽ മാത്രം ഞാൻ പറഞ്ഞതല്ല, സാധാരണ ജിമ്മിൽ പോകുന്ന ആൾക്കാർ മാത്രം പോകുന്നവരാ. ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സോപ്പ് തേക്കാൻ പറ്റും. ജിമ്മിൽ പോകുന്ന എല്ലാവരും സോപ്പ് തേക്കാം. ജിമ്മിൽ പോകുന്ന ഒരാളാണ് പറയാൻ പറ്റില്ല. അല്ല, അങ്ങനെ പറയാറുണ്ടോ? ഞാൻ ജിമ്മിൽ പോകുന്ന ഒരാളാണ് സാർ. സാർ, ഞാൻ ജിമ്മിൽ പോകുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞത് എക്സസൈസിനെ 3 രീതിയിൽ 3 തരത്തിലാണ് എക്സസൈസിനെ ബ്രോഡ്ലി ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് വെയിറ്റ് ട്രെയിനിങ് ഓർ റെസിസ്റ്റൻസ് ട്രെയിനിങ്, അത് ജിമ്മിൽ അതിൽ പെടും. രണ്ടാമത് കാർഡിയോവാസ്കുലർ എക്സസൈസ്, അതായത് ഓട്ടം, ചാട്ടം, സൈക്ലിംഗ്, കിതക്കുന്ന എക്സസൈസസ് അല്ല. മൂന്നാമത് വരുന്നത് യോഗ. ഈ 3 എക്സസൈസിൽ ഏതാണ് ബെറ്റർ? 3നും 3ന്റേതായ ഗുണങ്ങളുണ്ട്. ഒന്ന് മറ്റതിനേക്കാൾ ബെറ്റർ എന്ന് പറയുന്നതോട് ഞാൻ തീരെ യോജിക്കുന്നില്ല. പക്ഷെ അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ഹെൽത്ത് ആണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഇത് 3ഉം ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, maybe I was not eloquent enough in saying this. ജിം മാത്രം ചെയ്യുന്നത് ഫ്ലെക്സിബിലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ചെയ്യുന്ന ആൾക്കാർക്ക് ഫ്ലെക്സിബിലിറ്റി ഇഷ്യൂസ് വരാറുണ്ട്. അവരോട് ഒരു പാദഹസ്താസനം ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റില്ല. അവരുടെ ഹാംസ്ട്രിങ്സ് എക്സ്ട്രീംലി ടൈറ്റ് ആയിരിക്കും. അവരുടെ ട്രാപ്സ് മസിൽസ് എക്സ്ട്രീംലി ടൈറ്റ് ആയിരിക്കും. അവർക്ക് ഈ പുറകിലോട്ട് ബാക്കിലേക്ക് സൈഡിലേക്ക് യോഗയിൽ ഒരു പോസ് ഉണ്ട്, ബാക്കിലെ കയ്യിൽ അത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഒരു ഓട്ടോമ്യൂൺ ഡിസീസസും കണ്ടീഷൻസും വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഞാൻ പേപ്പേഴ്സ് വായിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ജിം ട്രെയിനിങ് ഇസ് എക്സ്ട്രീംലി ഗുഡ്. ഞാൻ ചെയ്യുന്നതാണ്. ആഴ്ചയിൽ ഒരു 4 ദിവസം വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന ആളാണ്. ഇതേപോലെ അമിതമായി വ്യായാമം ചെയ്ത എന്തെങ്കിലും കാര്യം ഉണ്ടായാലും ജിമ്മ് എന്ത് വന്നാലും ജിമ്മുകൾക്ക് എതിരെയാണ് എല്ലാവരും പറയുന്നത്. ജിമ്മിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമെന്നാണ് എല്ലാവരും. പ്രോട്ടീൻ പൗഡർ മാത്രമല്ല, എല്ലാവരും കൊടുക്കുന്നുണ്ട്, ഡോക്ടേഴ്സ് കൊടുക്കുന്നുണ്ട്, എല്ലാവരും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജിമ്മുകളിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കുഴപ്പം. അവിടെയാണ് അമിതമായി വ്യായാമം ചെയ്യിക്കുന്നത്. ഞങ്ങളെ പോലെ ഞാൻ പറഞ്ഞില്ലേ 10,000-6,000 ജിമ്മുകൾ കേരളത്തിലുണ്ട്. സാർ, അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് പറയട്ടെ സാറേ, അതായത് ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ എന്തോരം ഇത് സംഭാവന വേണ്ടുന്ന അംഗീകാരം കിട്ടുന്നതാണോ മുതലാളി പറയുന്നത്? തീർച്ചയായിട്ടും ഇല്ല. ഞങ്ങൾക്ക് പലവരും ഉണ്ട്. എന്ത് വന്നാലും രാജീവ് ഇദ്ദേഹം പറഞ്ഞു തീർത്തില്ല. ജിമ്മിൽ പോണേല് എനിക്ക് വിരോധമൊന്നുമില്ല. ജിമ്മിൽ പോയാലും എന്ത് ഫോം ഓഫ് എക്സസൈസ്, ഇപ്പൊ സുംബ ചെയ്യുവാണെങ്കിലും എന്തായാലും യോഗയും കൂടി ആഡ് ചെയ്യണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. എന്നുവെച്ചാൽ യോഗ ഒരു ഫിസിക്കൽ ആസ്പെക്റ്റിൽ കാണുന്നോണ്ടാണ്. യോഗ മാത്രം ചെയ്താൽ പോരെ, പിന്നെ ജിമ്മിലൂടെ കയറണോ? നല്ലതാണ്. എപ്പോഴും അതിനൊരു പോയിന്റ് ഉണ്ട്. ബോഡി ബിൽഡറിനെ സംബന്ധിച്ചോളം മസിൽസ് ഒരുപാട് ഉണ്ടെങ്കിൽ പുറം തേക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. തീർച്ചയായിട്ടും ബുദ്ധിമുട്ടായിരിക്കും. അത്രയും മസിൽസ് ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ അതുപോലെ ഒരു ഇന്റർനാഷണൽ ബോഡി ഉണ്ടാവാം. പക്ഷെ സാധാരണ ഒരു ജിമ്മിൽ പോകുന്ന ആൾക്കാർക്ക് മസിൽ പുറം തേക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് യോഗ ചെയ്യേണ്ട ആവശ്യമില്ല. യോഗ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഏത് സ്പോർട്സ് നോക്കിയാലും നാഷണൽ ലെവൽ ടീംസ്, സ്പോർട്സ് ആയാലും ആർമി ആയാലും എല്ലാവർക്കും യോഗ കൊടുക്കുന്നുണ്ട്. അവർ മറ്റേ ഫിസിക്കൽ പ്രാക്ടീസസ് ചെയ്യുന്നുണ്ട്, അതിന്റെ ഒപ്പം അവർക്ക് യോഗ പ്രാക്ടീസസും കൊടുക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.